ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഫേസ് പാക്കിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു പാക്ക് നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 തവണയായിട്ട് നിങ്ങളിത് റൊട്ടീൻ പോലെ ചെയ്തു വരാണെങ്കിൽ ഗൈസ്, ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്കിൻ ടോൺ ഒരു 2-3 ഷെയ്ഡ്സ് നല്ല രീതിക്ക് കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല സ്കിന് നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. ഇത് നിങ്ങളൊരു റൊട്ടീൻ പോലെ ഫോളോ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരുപാട് ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത്. സ്കിൻ ടോൺ കൂടുക, അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ ആവുക മാത്രമല്ല, നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്ന കറുത്ത പാടുകൾ, ഈ മുഖക്കുരൊക്കെ വന്നു പോയിട്ടുണ്ടാവുന്ന പാടില്ലേ, അത് കംപ്ലീറ്റ്ലി റിമൂവ് ആവും. പിഗ്മെന്റേഷൻ റിമൂവ് ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ അതും റിമൂവ് ആയി വരുന്നതായിരിക്കും കേട്ടോ. അത്രയും സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടൊരു ഫേസ് പാക്കാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ 2 കാര്യങ്ങളുടെ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തേതെന്ന് പറയും നമ്മുടെ ഉലുവയാണ്, രണ്ടാമത്തേത് ജീരകമാണ്, ചെറുജീരകം കേട്ടോ, ക്യുമിൻ സീഡ്സ്, മറ്റേത് ഫെനുഗ്രീക്കും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ഉലുവ എടുത്തിരിക്കുന്നതെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ജീരകമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഉലുവയ്ക്ക് 1/2 ടേബിൾ സ്പൂൺ ജീരകം, ടേബിൾ സ്പൂൺ കണക്കാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ജീരകവും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇപ്പോൾ നോർമൽ സ്കിന്നുകാർക്ക് പോലും ഇത് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു നീറ്റിലുണ്ടാവും കേട്ടോ. പക്ഷെ ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്ന ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നീറ്റിലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, നമുക്ക് അടിപൊളി റിസൾട്ടും ആയിരിക്കും കേട്ടോ. പിമ്പിൾസ് ഒക്കെ നല്ല രീതിക്ക് പോയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളത് രണ്ടും കൂടി തലേന്ന് രാത്രി തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് കുതിർന്ന് വരണം. അപ്പോൾ രാത്രി തന്നെ ഞാൻ തലേന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് നന്നായിട്ട് മഷി കണക്ക് നല്ല അരച്ചെടുത്ത് കൊണ്ടുവരാം. അരച്ചെടുത്തിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റൈസ് പൗഡർ ആണ് കേട്ടോ. റൈസ് പൗഡർ ഇതിനകത്തേക്ക് ഞാൻ ഈ ഒരു കുഞ്ഞു സ്പൂണിലൊരു 3 ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. കുഞ്ഞു സ്പൂണാണ്. അതുപോലെ തന്നെ ജീരകം അരയ്ക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന വെള്ളമില്ലേ, കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള വെള്ളം, അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് നോക്കിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഈ കാണിച്ച തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ അരച്ച് പേസ്റ്റ് ആക്കി കൊണ്ടുവരാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് പാലാണ്. കാച്ചാത്ത പാലാണ്. അത് പശുവിൻ പാലായാലും പാക്കറ്റ് പാലായാലും കുഴപ്പമില്ല. അതുകൂടി ഇതിനകത്തേക്ക് നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത്ര മാത്രം ചേർത്താൽ മതി കേട്ടോ. ഒത്തിരി ആദ്യം കൂട്ടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വെള്ളം കൺസിസ്റ്റൻസിയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഫേസിൽ ഇടാനായിട്ട് ഇച്ചിരി പ്രയാസമാണ്. കാരണം ഇതിനകത്ത് ഉലുവയാണ്. ഉലുവ നല്ല വഴുവഴുപ്പാണ്. അപ്പോൾ അത് നമ്മുടെ ഫേസിൽ നിന്നോളണമെന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതേ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഉലുവ, ജീരകം, അരിപ്പൊടി, അതുപോലെ തന്നെ പാല്, മിക്സ് ചെയ്യാനായിട്ട് പാലും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാല് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഈ ഒരു കുതിർക്കാൻ വെച്ചിട്ടുള്ള വെള്ളമില്ലേ, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. പക്ഷെ പാല് നല്ല അടിപൊളിയാണ്. മാക്സിമം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചേർക്കുക. കാരണം ഇതിനകത്ത് ജീരകമൊക്കെ ആഡ് ചെയ്തുകൊണ്ട് പിമ്പിൾസിൻ്റെ പ്രശ്നമൊന്നും വരത്തില്ല. നിങ്ങൾ അതിൻ്റെ കുറിച്ചിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് വാം വാട്ടറിൽ കഴുകിയെടുത്താലും മതിയാകും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യാനുസരണം പാല് ചേർത്ത് കൊടുക്കുക, ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഈ രീതിക്ക് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് അങ്ങ് ഫൈൻ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കത് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്നത് അന്നേരം ഇത് അങ്ങനെ അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിത് ആദ്യം വൈപ്പ് ചെയ്യുക. എന്തൊരു പാക്ക് ഇടുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ജസ്റ്റ് നല്ല ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വെറ്റ് ചെയ്യുക, വെള്ളം നനച്ചു കൊടുക്കുക. എന്നിട്ട് അത് കുതിർത്ത് വന്നതിന് ശേഷം വൈപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം വേണം ഫേസ് വാഷ് ചെയ്യാനായിട്ട്. ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ഫേസ് വാഷോ സോപ്പും ഒന്നും തന്നെ ഉപയോഗിക്കരുത് കേട്ടോ. പ്ലെയിൻ വാഷ് ആയിരിക്കണം. ഇനി നിങ്ങൾ പാല് ചേർത്തിട്ട് അതിനകത്ത് കുരു വരുന്നുള്ള ടെൻഷൻ ആൾക്കാർക്ക് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്തു വരാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഈ ഒരു കൂട്ട് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാം കേട്ടോ. ഒരു 1 വീക്ക് വരെ സ്റ്റോർ ചെയ്യാം. ഇത് 1-7 ദിവസങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് നോക്കുക. മാക്സിമം 1-7 ദിവസങ്ങൾ ഉപയോഗിക്കുക. ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ അത്രയും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ 1-7 ദിവസങ്ങൾ ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് ചെയ്യാനൊക്കെ ഇച്ചിരി മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൂടി ഇറക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്, പക്ഷെ അതിനിപ്പോൾ ഞാൻ മാറ്റം വരുത്തിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കി കാണാം കേട്ടോ. വേറെ ഒന്നുമില്ല, ഫേസ് വാഷാണ്. നമ്മുടെ ഷംനൂസ് ഓർഗാനിയുടെ ഫേസ് വാഷാണ്. നേരത്തെ ഞാൻ ഫോമിങ് ഫേസ് വാഷാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാനിപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത്, കാരണം നമുക്ക് ഒരുപാട് ഫോം ചെയ്തിട്ടുള്ള, അപ്പോൾ അത് നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ നല്ല ഫോമിങ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മൾ ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു കൂട്ട് നമ്മൾ ഫോം
ഫോമിങ്ങോട് കൂടിയിട്ടുള്ള പമ്പിൽ നമ്മൾ പമ്പ് ചെയ്യുന്ന സമയത്ത് നല്ല ഫോമിങ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫോമിലോട് കൂടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന നല്ല ബാക്ടീരിയ കൂടി ചത്തുപോവുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഇത്തവണ നമ്മൾ ജെൽ കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ഫേസ് വാഷ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ജീരകം തന്നെയാണ് അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ജീരകം അതുപോലെ തന്നെ മറ്റ് ഹെർബൽസും ചേർത്തിട്ടുണ്ട്. നമ്മുടെ സ്കിൻ ടോൺ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഒരു 2-3 ഷെയ്ഡ്സ് കളർ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെർബൽസ് ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അവർക്കുള്ള മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചോദിക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ അഡ്വാൻസ്ഡ് ആയിട്ട് പറയുകയാണ്. ഇത് പൊതുവെ ചോദിക്കുന്നത് ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് വെളുക്കോ ചേച്ചി എന്നാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2-3 ഷെയ്ഡ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാലും അതുപോലെ തന്നെ വെളുക്കോ എന്ന് ചോദിച്ചാലും ഇത് നമ്മൾ ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത്. ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ലീവ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു 1 മിനിറ്റ് വാഷ് മാത്രം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒത്തിരി നാൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടോൺ നമുക്ക് ചെറിയ ചേഞ്ച് വന്നേക്കാം. ഓക്കെ, നമുക്ക് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജെൽസ് ക്രീംസ് ഒക്കെ ഉപയോഗിക്കണം. ഓക്കെ, അതാവുമ്പോൾ നമ്മൾ ലീവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ലീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ഇതെന്ന് പറയുമ്പോൾ ഒരൊറ്റ മിനിറ്റ് മാത്രം നമ്മളത് ഫേസിൽ വയ്ക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴുകി കളയാൻ കേട്ടോ. മൈൽഡ് ആയിട്ടുള്ള ഫോമിംഗ് ആണ്, ഒരുപാട് ഫോമിങ് വരത്തൊന്നുമില്ല. കഴിഞ്ഞതിനകത്ത് നമ്മൾ നല്ല ഫോമിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് നമ്മുടെ ഫേസിൽ നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ചീത്ത ബാക്ടീരിയ മാത്രം കളഞ്ഞാൽ മതി. നല്ല ബാക്ടീരിയനെ വെറുതെ എന്തിനാ പാവത്തങ്ങളെ കൊല്ലേണ്ട ആവശ്യമില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെറിയൊരു ചേഞ്ച് ഒക്കെ വരുത്തിയിട്ട് നമ്മൾ ജെൽ ഫോമിംഗ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ സൈഡ് കൊടുക്കാം. നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ആ ഒരു പിമ്പിൾസിന് മാർക്സ് ഒക്കെ, ഇത് മാത്രമല്ല ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ആവാരം പൊടി ജെല്ല് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആലുവേരയുടെ ജെല്ലില്ലേ, അത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കോമ്പോയിൽ വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫേസ് വാഷ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സൂട്ടബിൾ ആണ്. ഇതിനകത്ത് നമ്മൾ ജീരകമാണ് ആഡ് ചെയ്തിരിക്കുന്നത്, മെയിൻ ജീരകം. പിന്നെ നമ്മൾ ഹെർബൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജീരകം പിമ്പിൾസ് ഉള്ളവർക്കാണെന്ന് വിചാരിച്ചിട്ട് ഇത് പിമ്പിൾസ് ഉള്ളവർ മാത്രം ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ ഓയിൽ സ്കിൻ ടൈപ്പ് ആര് മാത്രം ഉപയോഗിക്കാവൂ എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഇത് ഓൾ സ്കിൻ ടൈപ്പുകാർക്ക്, ഡ്രൈ സ്കിന്നുകാർക്ക്, നോർമൽ സ്കിന്നുകാർക്ക്, സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഓൾ സ്കിൻ ടൈപ്പുകാർക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സൈഡ് കൊടുക്കാം, ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ എന്നോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.